ഹലോ ഫ്രണ്ട്സ്, കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ കാണാൻ പോകുന്നത്. ആധുനിക തിരുവിതാംകൂർ ചരിത്രം, ആധുനിക തിരുവിതാംകൂർ മോഡേൺ ട്രാവൻകൂർ ആരംഭിക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ കൂടെയാണ്. സോ മാർത്താണ്ഡവർമ്മ ആൻഡ് ഇറ്റ്സ് ഹിസ്റ്ററി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം മാർത്താണ്ഡവർമ്മയുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത്, ആധുനിക തിരുവിതാംകൂർ എങ്ങനെ ആരംഭിക്കുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ കേരള ചരിത്രം, മോഡേൺ കേരളം ആരംഭിക്കുന്നത് ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ വരവോടുകൂടിയാണ്, മാർത്താണ്ഡവർമ്മയുടെ വരവോടുകൂടിയാണ്. മാർത്താണ്ഡവർമ്മ എന്ന് പറയുമ്പോൾ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ഓക്കെ, ഫാദർ ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്ന പേരിലൊക്കെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, നായകൻ അല്ലെങ്കിൽ അതിൻ്റെ പിതാവ് എന്നൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നു. മാർത്താണ്ഡവർമ്മയുടെ ആ ഒരു കാലം ആരംഭിക്കുന്നത് വേണാട് രാജവംശത്തിലെ ഒരു യുവരാജാവ് മാത്രമായിരുന്നു മാർത്താണ്ഡവർമ്മ. പിന്നീട് നമ്മൾ കാണുന്നത് കന്യാകുമാരി മുതൽ കൊച്ചി വരെ ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിച്ചുകൊണ്ട് അതിൻ്റെ അധിപനായിട്ടുള്ള മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ, മാർത്താണ്ഡവർമ്മ അധികാരത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കുറേയധികം കൊച്ചു രാജ്യങ്ങളായിരുന്നു. തെക്കുംകൂർ, വടക്കുംകൂർ എന്നൊക്കെ പറഞ്ഞ് കുറേയധികം കൊച്ചു രാജ്യങ്ങളായിരുന്നു. പക്ഷേ ഈ കൊച്ചു രാജ്യങ്ങളൊക്കെ അതാത് നാടുവാഴികളും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇവരെല്ലാം ഇല്ലാതാക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് 8 വീട്ടിൽ പിള്ളമാരെ പോലുള്ള മാടമ്പിമാരെ ഇല്ലാതാക്കിക്കൊണ്ടാണ് അദ്ദേഹം അധികാരം പിടിച്ചെടുക്കുന്നത്. അദ്ദേഹം നമ്മൾ പറയുന്ന പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ, പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ ആണ് മാർത്താണ്ഡവർമ്മ ഇവിടെ ഉപയോഗിച്ചത്. ബ്ലഡ് ആൻഡ് അയൺ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ശക്തി ഉപയോഗിച്ചും എതിർത്തവരെ ഇല്ലാതാക്കിക്കൊണ്ട്, ബ്ലഡ് ഇല്ലാതാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ സാമ്രാജ്യം സ്ഥാപിച്ചത്. അതുകൊണ്ട് തന്നെ ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു മാർത്താണ്ഡവർമ്മ. ഓക്കെ, ഇനി നമ്മൾ കാണുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു നേട്ടമാണ് കുളച്ചൽ യുദ്ധം. 1741 കുളച്ചൽ യുദ്ധം. പല പ്രാവശ്യം PSC പരീക്ഷകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുള്ളതാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്ന ആര് തമ്മിലാണ്? തിരുവിതാംകൂറും അതുപോലെ ഡച്ചുകാരും തമ്മിലാണ്. തിരുവിതാംകൂർ ആ സമയത്ത് ആരുടെ ഭരണത്തിലായിരുന്നു? മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തിലായിരുന്നു. അതായത് തിരുവിതാംകൂർ അവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. തിരുവിതാംകൂർ, മാർത്താണ്ഡവർമ്മയുടെ കീഴിലുള്ള തിരുവിതാംകൂറും ഡച്ച് സേനയും തമ്മിലായിരുന്നു. ഡച്ചുകാർ നയിച്ചത് ഡിലനോയ് എന്നുള്ള ഒരു നാവികനായിരുന്നു. ഈ യുദ്ധത്തിൽ ഡച്ചുകാർ പരാജയപ്പെടുകയാണ്. അതായത് ലോക ചരിത്രത്തിൽ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു ഏഷ്യൻ രാജ്യം യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തുന്നത്. നിങ്ങൾ പല ഇതിൽ നോക്കുക. അപ്പോൾ ബ്രിട്ടീഷുകാരായിട്ടുള്ള യുദ്ധം, ബാറ്റിൽ ഓഫ് പ്ലാസി, ബാറ്റിൽ ഓഫ് ബക്സർ, ബാറ്റിൽ ഓഫ് വാൻഡിവാഷ് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. ഇങ്ങനെയുള്ള കുറേയധികം യുദ്ധങ്ങൾ നമ്മൾ കാണുന്നതാണ്. ഇവിടെ യൂറോപ്യൻ ശക്തികൾ ശക്തമായിട്ട് വിജയിക്കുന്നതാണ്. പക്ഷേ ആദ്യമായിട്ടൊരു ഏഷ്യൻ രാജ്യം വിജയിക്കുന്നത് നമ്മൾ ഇവിടെയാണ് കാണുന്നത്. ഏതാണത്? കുളച്ചൽ യുദ്ധത്തിലാണ്. ഓക്കെ, കുളച്ചൽ യുദ്ധത്തിൽ അദ്ദേഹം വിജയിക്കുന്നുണ്ട്. അതോടുകൂടെ ഇവിടെ നമ്മൾ ഓർക്കണം, തിരുവിതാംകൂറിൻ്റെ ആ ഒരു പ്രതാപം അവിടെ ഇൻക്രീസ് ചെയ്യുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. ഇനി ഈ ഒരു തിരുവിതാംകൂറിൻ്റെ അതായത് കുളച്ചൽ യുദ്ധത്തിൻ്റെ അവസാനം 1741 കുളച്ചൽ യുദ്ധത്തിൻ്റെ അവസാനം ഡച്ചുകാർ പരാജയപ്പെടുന്നു. അങ്ങനെ അവർ മാർത്താണ്ഡവർമ്മയായിട്ട് ട്രീറ്റി ഓഫ് മാവേലിക്കര 1753 മാവേലിക്കര സന്ധി ഉടമ്പടി ചെയ്യുന്നു. അത് പ്രകാരം ഡച്ചുകാർക്ക് കേരളത്തിന് മുകളിൽ, പ്രത്യേകിച്ച് ഈ മലബാർ കോസ്റ്റ്, അതായത് കേരള തീരത്തുള്ള ആ ഒരു സ്ട്രോങ് ഫോഴ്സ് അല്ലെ ആ ഒരു അധികാരം ഇല്ലാതായി. അത് ആ ഒരു പ്രത്യേകിച്ച് സ്പൈസ് ട്രേഡ്, കുരുമുളക് വ്യാപാരത്തിലുള്ള ആ കുത്തക അത് തിരുവിതാംകൂറിലേക്കും തിരുവിതാംകൂർ ഗവൺമെന്റിലേക്ക് വരുന്നു. ഇതിന്റെ മുന്നേ അത് ഡച്ചുകാർക്ക് മുന്നേ അത് പോർച്ചുഗീസുകാർക്കായിരുന്നു. പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചുകൊണ്ടാണ് ഡച്ചുകാർ വരുന്നത്. ഡച്ചുകാരെ തോൽപ്പിച്ച് ഇവിടെ ആര് അധികാരികളായി മാറുന്നു? തിരുവിതാംകൂർ അധികാരികളായി മാറുന്നു. അങ്ങനെ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കുളച്ചൽ യുദ്ധത്തോടു കൂടിയാണ് മാർത്താണ്ഡവർമ്മയും തിരുവിതാംകൂറും ആ രീതിയിൽ വളരെ പ്രമുഖമായിട്ട് മാറുന്നത്. ഇനി നമ്മൾ കാണുന്ന അദ്ദേഹത്തിൻ്റെ അടുത്ത കുറച്ച് ഭരണ പരിഷ്കാരങ്ങളാണ്. കുറച്ചധികം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നമുക്ക് തൊട്ട് വരുന്ന സ്ലൈഡിൽ നമുക്ക് കാണാം. പ്രത്യേകിച്ച് കുറച്ച് പുത്തൻ പന്മനുള്ള ഡാമുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതുപോലെ കൃഷ്ണപുരം കൊട്ടാരം, കായംകുളം കൃഷ്ണപുരം കൊട്ടാരം എന്ന് നിർമ്മിക്കുന്നുണ്ട്. കഴിഞ്ഞ KS പ്രിലിംസിൽ ചോദിച്ച ചോദ്യമാണ്, ഗജേന്ദ്ര മോക്ഷം എന്നുള്ള മ്യൂറൽ പെയിന്റിംഗ് എന്ന ചുവർച്ചിത്രം ഏത് കൊട്ടാരത്തിലാണുള്ളത്? കൃഷ്ണപുരം കൊട്ടാരം, കായംകുളത്തുള്ള കൃഷ്ണപുരം കൊട്ടാരം. ഈ കൊട്ടാരം നിർമ്മിച്ചതോ? മാർത്താണ്ഡവർമ്മ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനി അതിൻ്റെ അടുത്ത കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് തൃപ്പടിദാനം. 1750 തൃപ്പടിദാനത്തിന് ഉണ്ടായിരുന്നുള്ളൂ. മാർത്താണ്ഡവർമ്മ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് രാജാവും എല്ലാം ശ്രീ പത്മനാഭസ്വാമിൻ്റെ സ്വത്തുക്കളാണ്, അല്ലെങ്കിൽ ശ്രീ പത്മനാഭസ്വാമിൻ്റെ ദാസന്മാരായി നിന്നുകൊണ്ട് തിരുവിതാംകൂർ ഭരിച്ചുകൊള്ളാമെന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മൾ തൃപ്പടിദാനം 1750 നടക്കുന്നത്. ഇനി നമ്മൾ കാണുമ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇതേപോലെ അധികമായിട്ടുള്ള സ്വത്ത് കുമിഞ്ഞുകൂടാനും അതുപോലെ തന്നെ കുറേ അധികം ആ ഒരു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് പേരും പെരുമയും വരാനുള്ള പ്രധാന കാരണം തൃപ്പടിദാനമാണ്. ഇതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ സദസ്സിൽ, മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ രാമോപുരത്ത് വാര്യർ,
കുചലവൃത്തം, വഞ്ചിപ്പാട്ട്, ഭാഷാ അഷ്ടപതി എന്നൊക്കെ എഴുതിയ രാമപുരത്ത് വാര്യർ ഇതൊരു സദസ്സനായിരുന്നു. അതിലും പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ് കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. കുഞ്ചൻ നമ്പ്യാർ ഓട്ടൻതുള്ളൽ എൻ്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ ഇദ്ദേഹത്തിന് സദസ്സനായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ശക്തനായിട്ട് ഭരണാധികാരി മാത്രമല്ല, ഇതേപോലെ തന്നെ കലാ കായിക രംഗങ്ങളെയും അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ കുറച്ച് പോളിസികളാണ്. കുറച്ച് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുള്ള ഒരു അനലിറ്റിക്കലായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഒന്നാമത് കാണുന്നത് പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ. പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്തെന്ന് ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ നമ്മൾ കാണുന്നത് മാർത്താണ്ഡവർമ്മൻ മാത്രമല്ല, ലോക ചരിത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ബിസ്മാർക്ക്, ജർമ്മനിയെ ഒരു രാജ്യമാക്കി തീർത്ത ബിസ്മാർക്ക് ഉപയോഗിച്ചത് പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ ആണ്. അതായത് എതിർത്തവരെയൊക്കെ ഇല്ലാതാക്കി ഒരു രാജ്യത്തെ ഒരു ജർമ്മനിയെ ഒരു ശക്തിയാക്കി മാറ്റിയത് ബിസ്മാർക്കാണ്. പിന്നീട് ഇന്ത്യൻ ചരിത്രത്തിൽ നമ്മൾ ഇതേപോലെ തന്നെ കാണുന്നുണ്ട് സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹം പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ എന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, എന്നാലും അയൺ മാൻ എന്ന പേരിൽ, ഉരുക്ക മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തിയാണ് സർദാർ പട്ടേൽ. ഓക്കെ, കാരണം ഇന്ത്യയെ ആ രീതിയിൽ ആ ഒരു സമയം നമ്മൾ ഓർക്കണം, കാശ്മീർ വേറെ പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെ ഹൈദരാബാദ് വേറെ പോകാൻ ആഗ്രഹിക്കുന്നു, ജൂനഗർ വേറെ പോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പോലീസ് ആക്ഷനിലൂടെയൊക്കെ ഇവരെ ഒരുമിച്ച് അഖണ്ഡ ഇന്ത്യയെ സൃഷ്ടിച്ചത് സർദാർ പട്ടേലാണ്. അതേപോലെ തന്നെ പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ ഉപയോഗിച്ച് ചെറു രാജ്യങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ പിടിച്ചെടുത്തുകൊണ്ട് ഒപ്പം തന്നെ അവരുടെ മാടമ്പിമാരെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു ഏകീകൃത ഭരണം, പ്രത്യേകിച്ച് തിരുവിതാംകൂറിലെ ഭരണം സൃഷ്ടിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. അതാണ് അവിടെ പ്രത്യേകം ഓർത്തിരിക്കേണ്ടത്. ഒപ്പം തന്നെ വിദേശ ശക്തികളെ പരാജയപ്പെടുത്തി ബാറ്റിൽ ഓഫ് കൊളച്ചൽ, 1741 ബാറ്റിൽ ഓഫ് കൊളച്ചൽ, അതുപോലെ ട്രീറ്റി ഓഫ് മാവേലിക്കര സന്ധി വരെ ഡച്ചുകാരെ പരാജയപ്പെടുത്തുന്നു. ഡച്ചുകാരെ പരാജയപ്പെടുന്നത് 1741 കൊളച്ചൽ യുദ്ധത്തിലാണ്. ഡച്ചുകാർ അവരെ പരാജയം അംഗീകരിക്കുന്നത്. അതായത് ഞങ്ങൾ ഇനി മാർത്താണ്ഡവർമ്മ കീഴിൽ ഒന്നും അല്ല എന്നുള്ളത് പറയുന്നത് എവിടെയാണ്? ട്രീറ്റി ഓഫ് മാവേലിക്കര 1753. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു നേട്ടങ്ങളാണ്, മാർത്താണ്ഡവർമ്മയുടെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് അഡ്മിനിസ്ട്രേഷനിൽ അദ്ദേഹം ഉണ്ടാക്കിയ നേട്ടങ്ങൾ. അഡ്മിനിസ്ട്രേഷൻ, അതായത് ഈ അധികാര കേന്ദ്രീകരണത്തിൽ ആ ഒരു രീതിയിൽ അദ്ദേഹം നടത്തിയ കുറേ മുന്നേറ്റങ്ങൾ. ഒന്ന്, അദ്ദേഹം ഒരു കേന്ദ്രീകൃത ഭരണം സ്ഥാപിച്ചു. അത് രാജാവിൻ്റെ കീഴിൽ മന്ത്രിമാർ, ദിവാൻ, അതുപോലെ മന്ത്രിമാർ എന്നുള്ള രീതിയിൽ ഒരു കേന്ദ്രീകൃത ഭരണം, അതിൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥന്മാർ, ആ രീതിയിൽ നാടുവാഴി, ദേശവാഴി, അങ്ങനെ പറഞ്ഞ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കേന്ദ്രീകൃത ഭരണം അദ്ദേഹം സ്ഥാപിച്ചു. ഒപ്പം തന്നെ പോസ്റ്റ് ഓഫീസ്, അല്ലെങ്കിൽ അന്നത്തെ ഒരു ഇതാണ് അഞ്ചൽ പെട്ടികൾ, അഞ്ചൽ ബോക്സസ്, അത് ആരംഭിച്ച അദ്ദേഹമാണ്. ഇനി രാജ്യത്ത് തന്നെ വിവിധ താലൂക്കുകളായിട്ടൊക്കെ അദ്ദേഹം വിഭജിക്കുന്നുണ്ട്. മണ്ഡപത്ത് വാതുക്കൽ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഈ ഒരു പേർക്ക് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. മണ്ഡപത്ത് വാതുക്കൽ, അതായത് ഇപ്പൊ ഇന്ത്യ എന്നുള്ള രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളായിട്ട് പുനർനിർണയിച്ചിട്ടുണ്ട്, അല്ലേ? അതേപോലെ തന്നെയാണ് ഇവിടെ മണ്ഡപത്ത് വാതുക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജസ്, അതിന് കീഴിൽ ഒരു കാര്യക്കാരനാവും. ഓക്കെ, ഇതാണ് അദ്ദേഹം ചെയ്ത അഡ്മിനിസ്ട്രേഷൻ ചെയ്ത അദ്ദേഹം കാര്യം. ഇപ്പൊ നമ്മൾ എന്ത് കണ്ടു? പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ, അദ്ദേഹത്തിന്റെ ആ രാജ്യം സൃഷ്ടിക്കാൻ അദ്ദേഹം ഉപയോഗിച്ച പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ. ഇനി രണ്ടാമതാണ് അഡ്മിനിസ്ട്രേഷനിൽ മാർത്താണ്ഡവർമ്മ വരുത്തിയ മാറ്റങ്ങൾ. മൂന്നാം നമ്മൾ കാണുന്നതാണ് മിലിറ്ററി സൈനിക മേഖലയിൽ അദ്ദേഹം ശക്തമായിട്ടുള്ള ഒരു സൈന്യത്തെ, തിരുവിതാംകൂറിലെ ശക്തമായിട്ടുള്ള യൂറോപ്യൻ രീതിയിലുള്ള സൈന്യത്തെ നിർമ്മിച്ചു. അതിന് മാർത്താണ്ഡവർമ്മ സഹായം നൽകിയതോ ഡില്ലനോയ് എവിടെ നിന്നാണ് കിട്ടിയത്? ഇദ്ദേഹം ഡച്ച് നാവിക ക്യാപ്റ്റൻ ആയിരുന്നു, അല്ലെ ഡച്ച് ആർമിയുടെ ക്യാപ്റ്റൻ ആയിരുന്നു. 1741 കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുകയും ഇദ്ദേഹത്തെ യുദ്ധ തടവുകാരനായി പിടിക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹം തിരുവിതാംകൂർ ആർമിയുടെ ഭാഗമായി തിരുവിതാംകൂർ ആർമിയെ യൂറോപ്പനൈസ് ചെയ്യാൻ വേണ്ടി സഹായിച്ചത് ഡെൽനോയാണ്. ഇനി ഇതേപോലെ മാർത്താണ്ഡവർമ്മയുടെ സാമ്പത്തിക മേഖലയിലുള്ള കുറേ മുന്നേറ്റങ്ങളുണ്ട്. അത് നമ്മൾ കാണുന്നത്, ഒന്ന് പതിവ് കണക്ക് വളരെ പലവട്ടം PSC ചോദിച്ചാണ്. പതിവ് കണക്ക് എന്ന് പറഞ്ഞാൽ ബഡ്ജറ്റ്, വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ തുടങ്ങി. ഇതൊക്കെ ബഡ്ജറ്റ് ഇന്നൊക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ടേമാണ്. പ്രത്യേകിച്ച് നോക്കുമ്പോൾ സംസ്ഥാന ബഡ്ജറ്റ് ഉണ്ട്, കേന്ദ്ര ബഡ്ജറ്റ് ഉണ്ട്, ഓരോ വീടുകൾക്കും ബഡ്ജറ്റ് ഉണ്ട്, നമുക്ക് പേഴ്സണലായിട്ട് ബഡ്ജറ്റ് ഉണ്ട്. പക്ഷേ ബഡ്ജറ്റ് എന്ന പേരിൽ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത് തിരുവിതാംകൂറാണ്. പതിവ് കണക്ക് എന്നുള്ള പേരിൽ പതിവ് കണക്ക് എന്താണ്? വാർഷിക ബഡ്ജറ്റാണ്. ഏതിൻ്റെ? തിരുവിതാംകൂറിനെ. അവതരിപ്പിച്ചതോ മാർത്താണ്ഡവർമ്മയാണ്. ഇനി അതേപോലെ തന്നെ റവന്യൂ മേഖലയിൽ എന്ന് പറയുമ്പോൾ അന്നത്തെ മെയിനായിട്ടുള്ള റവന്യൂ അല്ലെ നികുതി ഏതായിരുന്നു? ഭൂനികുതിയായിരുന്നു, ലാൻഡ് റവന്യൂ ആയിരുന്നു. ഈ ലാൻഡ് റവന്യൂ സിസ്റ്റത്തെ കൂടുതൽ നവീകരിച്ചത്, അല്ലെ ഭൂനികുതി സിസ്റ്റത്തെ നവീകരിച്ചത് അതിൻ്റെ കീഴിൽ മന്ത്രിയായിരുന്ന മല്ലൻ ശങ്കരൻ അതിനെ നവീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഭൂമിയെ ദേവസ്വം പറഞ്ഞാൽ ഇവിടെ ക്ഷേത്രങ്ങൾക്ക് കൊടുത്തത്, ബ്രഹ്മസ്വം അതായത് ബ്രാഹ്മിൺസിന് കൊടുത്തത്, അതുപോലെ പണ്ടാരം വക അതായത് രാജ്യത്തിൻ്റെ സ്വന്തമായുള്ള കാര്യങ്ങൾ എന്നിങ്ങനെ പേരിൽ ദേശത്തെ ഭൂമിയെ മുഴുവൻ പുനർനിർണ്ണയിക്കുന്നത്
മലശകനാണ്. അതുവഴി എന്താണ്, ദേവസ്വന് കൊടുത്ത ഭൂമിക്ക് നികുതി ഉണ്ടാവില്ല. അതുപോലെ ബ്രഹ്മസ്വന് കൊടുത്ത ഭൂമിയിൽ നികുതി ഉണ്ടാവില്ല. പണ്ടാരമകം ലാൻഡിൽ ചിലപ്പോൾ അവിടെ ആളുകൾക്ക് എന്താണ് കുടിയാന്മാർക്ക് കൊടുത്തിട്ടുണ്ടാവും, അവിടെ കൃഷി ചെയ്യാൻ അവർ കറക്റ്റായിട്ട് നികുതി അടയ്ക്കണം, ആ രീതിയിൽ. ഓക്കെ, ഇനി അടുത്തത് അദ്ദേഹം, അതായത് മാർത്താണ്ഡവർമ്മ ഇപ്പോൾ എന്തൊക്കെ ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്? ഒന്ന്, പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ, അദ്ദേഹം ബ്ലഡ് ആൻഡ് അയൺ ലെവലിൽ അദ്ദേഹം ചെയ്തത് നമ്മൾ കണ്ടു. 2, മിലിറ്ററിയിൽ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടു. 3, അഡ്മിനിസ്ട്രേഷനിൽ വരുത്തിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടു. 4, എക്കണോമിയിൽ നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ കണ്ടു. ഇനി 5 നമ്മൾ കണ്ടത് ആർക്കിടെക്ചർ. അദ്ദേഹം ഈ ഒരു നിർമ്മാണ മേഖലയിൽ 2 പ്രധാനപ്പെട്ട ഡാമുകൾ അദ്ദേഹം നിർമ്മിക്കുന്നുണ്ട്, പൊന്മന, പുത്തൻ. ഈ 2 ഡാമുകളും ആ സമയത്ത് ജലസേചന ഉപയോഗിക്കുന്ന 2 ഡാമുകളാണ്. രണ്ടാമത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിരുന്നു, കായംകുളത്തുള്ള കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിക്കുന്ന അദ്ദേഹമാണ്. അതുപോലെ പത്മനാഭപുരം കൊട്ടാരവും ആ പത്മനാഭപുരം കൊട്ടാരത്തോട് ചേർന്നുള്ള കോട്ട, പത്മനാഭപുരം കൊട്ടാരം റിനോവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നിർമ്മിക്കുന്നതല്ല. പത്മനാഭപുരം കൊട്ടാരത്തിലുള്ള കോട്ട നിർമ്മിക്കുന്നത് ഇദ്ദേഹമാണ്. ഇതൊക്കെയാണ് ആർക്കിടെക്ചർ മേഖലയിൽ മാർത്താണ്ഡവർമ്മ ചെയ്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇനി ആർട്ട് ആൻഡ് കൾച്ചർ മേഖലയിലോ കലാ സാംസ്കാരിക മേഖലയിലോ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ എന്നീ വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ സദസ്യരായിരുന്നു. കുഞ്ചൻ നമ്പ്യാറെ തുള്ളൽ കലകളെയൊക്കെ അദ്ദേഹം കുറേയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ കാണുന്നത് എന്താണ്, മുറജപം, അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ കുറേയധികം ആചാരങ്ങൾ ഇതേപോലെ മാർത്താണ്ഡവർമ്മ സമയത്താണ് ആരംഭിക്കുന്നത്. ഓക്കെ, ഇനി ഇതാണ് ഞാൻ മാർത്താണ്ഡവർമ്മയെക്കുറിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട കഴിഞ്ഞകാല PSC പരീക്ഷയിൽ ചോദിച്ച കാര്യങ്ങൾ. ഓക്കെ, അതായത് ഫാദർ ഓഫ് മോഡേൺ ട്രാവൽ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നു. 2, പോളിസി ഓഫ് ബ്ലഡ് ആൻഡ് അയൺ, അതുവഴിയാണ് അദ്ദേഹം ഈ രാജ്യം സൃഷ്ടിച്ചത്. 3, ആർക്കിടെക്ചർ മേഖല അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടു. എക്കണോമി മേഖല നമ്മൾ വരുത്തിയ മാറ്റങ്ങൾ കണ്ടു. അഡ്മിനിസ്ട്രേഷൻ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ മിലിറ്ററി മേഖല അദ്ദേഹം നടത്തിയ മാറ്റങ്ങൾ കണ്ടു. ഇങ്ങനെ ഒരു വ്യത്യസ്ത മേഖലയിൽ 6-8 വ്യത്യസ്ത മേഖലയിൽ മാർത്താണ്ഡവർമ്മ നടത്തിയ കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഓക്കെ, അതായത് ഫാദർ ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്ന പേരിൽ മാർത്താണ്ഡവർമ്മ എന്തുകൊണ്ട് അറിയപ്പെടുന്നു എന്നുള്ള ഒരു മെയിൻസ് രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചാലും അതുപോലെ റിട്ടേൺ ആയിട്ടുള്ള ചോദ്യങ്ങൾക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത് വളരെ ഉപകാരപ്രദമാവും. ഇതേപോലുള്ള ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് Psctalksന്റെ ആപ്പിൽ ലഭ്യമാണ്. ഒപ്പം തന്നെ Psctalksന്റെ മറ്റ് ലൈവ് പ്രോഗ്രാമുകളുണ്ട്. ഏർലി മോർണിംഗ് ക്ലാസ്, കമ്മ്യൂണിറ്റി ലേണിംഗ് പ്രോഗ്രാം എന്ന പേരിൽ ഏർലി മോർണിംഗ് ക്ലാസ്സുകളുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. നമ്മുടെ സോഷ്യൽ മീഡിയ ചാനലുകൾ, പ്രത്യേകിച്ച് യൂട്യൂബ്, അതുപോലെ ടെലിഗ്രാമിൽ ഇത് എല്ലാം ലഭ്യമാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരുന്ന LSGS ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സർവീസ്, അതുപോലെ ഡിഗ്രി പ്രിലിംസ് മെയിൻസ് പരീക്ഷകൾക്ക് ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ക്ലാസ്സുകൾ നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പങ്കെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുവരെ വരും കാല PSC പരീക്ഷകളിൽ കൃത്യമായ ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി വിജയിക്കാൻ പറ്റുകയുള്ളൂ. കഴിഞ്ഞകാല ഡിഗ്രി പരീക്ഷകൾ, ഗസറ്റഡ് പോസ്റ്റിലെ പരീക്ഷകൾ നിങ്ങൾ കണ്ടു കാണും. പഴയ PSC മാറിക്കഴിഞ്ഞു. നവീന പഠന രീതി അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള പഠന രീതി ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റേറ്റ്മെന്റ് രീതിയിലുള്ള ചോദ്യങ്ങളും അതുപോലെ ലോജിക്കൽ എലിമിനേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ രീതിയിലുള്ള ട്രെയിനിങ് ആണ് Psctalks നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.